ഹലോ ഗൈസ്, 50,000 വരെ ലോൺ തരുന്ന പുതിയൊരു ആപ്ലിക്കേഷനാണ് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് ഈ ആപ്ലിക്കേഷൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്ലൈ ചെയ്യുന്നവർ ഒരു വരെ ശ്രദ്ധിക്കുക, തിരിച്ച് റീപേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻസിൽ നിന്ന് ലോൺ എടുക്കുക, അല്ലാത്തവർ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് ലോൺ എടുക്കുന്നത്. സോ ആപ്ലിക്കേഷൻ ഇതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. താല്പര്യമുള്ളവർക്ക് അവിടെ പോയി ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ ഈ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ EMI കാർഡ്, പേ ലെറ്റർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ പേ ലെറ്റർ അല്ലെങ്കിൽ EMI കാർഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ ആ ലിമിറ്റ് നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് EMI ഒക്കെ തിരിച്ച് റീപേ ചെയ്യുന്ന രീതിയിൽ ചെയ്തു തരാനായിട്ട് പറ്റും. സോ എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഏതാണ് പേ ലെറ്റർ അല്ലെങ്കിൽ ഏതാണ് EMI കാർഡ്, അതിൻ്റെ ലിമിറ്റ് എത്രയാണെന്ന് അയക്കുക. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. 4-star റേറ്റിംഗ് ഒക്കെ വരുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഒക്ടോബർ 2025 ലോഞ്ച് ആയിട്ടുള്ളത്. ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 21 വയസ്സിന് മേളിൽ പ്രായമുള്ളവർക്കാണ് ഇതിൽ ലോൺ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. 50,000 വരെയാണ് ലോൺ കൊടുക്കുന്നത്. 90 ദിവസം തൊട്ട് 270 ദിവസം വരെയാണ് ടെന്യൂർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയ ലോണൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 1 മാസം കിട്ടത്തുള്ളൂ. ഇൻട്രസ്റ്റ് നമുക്ക് 1.5% മന്ത്ലി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കൊടുത്തിരിക്കുന്നത്. പ്രോസസ്സിംഗ് ഫീസ് അപ് ടു 5% വരെയാണ് വരുന്നത്. എല്ലാ ലോൺ ആപ്ലിക്കേഷനിലും വരുന്ന പോലെ തന്നെ ഇൻട്രസ്റ്റ്, പ്രോസസ്സിംഗ് ഫീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു ലോണിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലോൺ അപ്ലൈ ചെയ്യാനായിട്ട് ആധാർ കാർഡ്, പാൻ കാർഡ് മാത്രം മതി. വേറെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഇൻകം പ്രൂഫ് ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഇവരുടെ ലെൻഡിങ് പാർട്ണർ എന്ന് പറയുന്നത് കെമെക്സ് എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ NBFC ആണ്. ജെന്യുവൻ ആയിട്ടുള്ള NBFC ആണ്. RBI രജിസ്റ്റേർഡ് സൈറ്റിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. കെമെക്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നല്ലൊരു ആപ്ലിക്കേഷനാണ്. പിന്നെ ഇവരുടെ കസ്റ്റമർ കെയറിൻ്റെ ഇമെയിലും മൊബൈൽ നമ്പറും സൈഡിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്താൽ മതി. സോ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത് വെൽമണി എന്നാണ്. സോ ആപ്ലിക്കേഷൻ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് ഓപ്പൺ ചെയ്യുക. പെർമിഷൻസ് ചോദിക്കും. പെർമിഷൻസ് നിങ്ങൾ വായിച്ച് നോക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ എടുത്ത് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഓപ്പൺ ആയി നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് പറയും. അവിടെ നിങ്ങളുടെ ഫുൾ നെയിം, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, ഇമെയിൽ, നിങ്ങളുടെ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ജെൻഡർ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അത് കൊടുത്ത് നിങ്ങളുടെ സാലറി ടൈപ്പ് ചോദിക്കും, എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് ചോദിക്കും. സാലറി ആണോ, സെൽഫ് എംപ്ലോയ്ഡ് ആണോ, അൺഎംപ്ലോയ്ഡ് ആണോ എന്നൊക്കെ ചോദിക്കും. അത് കൊടുത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന ഡീറ്റെയിൽസ് ചോദിക്കും. കമ്പനി പേര്, സിറ്റി, പിൻകോഡ് കാര്യങ്ങളൊക്കെ, ഇൻകം കാര്യങ്ങളൊക്കെ ചോദിക്കും. ഈ കാര്യങ്ങളും സാലറി ഡേറ്റ് കാര്യങ്ങൾ കൊടുത്ത് സേവ് കൊടുക്കുക. ശേഷം നിങ്ങളുടെ പാൻ കാർഡിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറയും. ശേഷം ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര് പോലുള്ള കാര്യങ്ങൾ കൊടുക്കാനായിട്ട് പറയും. അതിനുശേഷം നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ 2 സൈഡിൽ ഫോട്ടോയും നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പറയും. അതൊക്കെ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വെൽക്കം എന്ന് പറഞ്ഞ് കാണിക്കും. അവിടെ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നിങ്ങളുടെ ആധാറിൻ്റെ നമ്പർ കൊടുക്കാനായിട്ട് പറയും. ഡിജി ലോക്കർ വഴിയാണ് ആധാർ KYC കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ജസ്റ്റ് നിങ്ങളുടെ ആധാർ കാർഡിന് നമ്പർ കൊടുക്കുക. അപ്പോൾ ആധാറായിട്ട് ലിങ്ക് ഇരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് OTP വരിക. OTP കൊടുത്തുകൊണ്ട് ആധാർ KYC കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണിക്കും ആധാർ ക്യാപ്ചർ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട്. ശേഷം പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചെക്കിംഗ് പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. അവിടെ ഓഫർ ഉണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ കൺഗ്രാജുലേഷൻ, STPL പേഴ്സണൽ ലോൺ 5000 അപ്രൂവ് ആയെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത പേജിലോട്ട് വരും. അവിടെ നമുക്ക് 5000 വരെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും, 1000 എമൗണ്ട് തൊട്ട്. ശേഷം താഴെയായിട്ട് നമുക്ക് ടെന്യൂർ 65 ദിവസം തൊട്ട് 90 ദിവസം വരെ, 3 മാസം വരെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. താഴെ നമുക്ക് ഇൻട്രസ്റ്റ് 0.92% ആണ് പെർ ഡേ വരുന്നത്. അതേപോലെ തന്നെ ടെന്യൂർ 65 ദിവസം വരെ നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാണാനായിട്ട് പറ്റും. ശേഷം കാൽക്കുലേറ്റ് EMI എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കവിടെ ഈ ഡീറ്റെയിൽസ് എല്ലാം കാണാനായിട്ട് പറ്റും. അതായത് ലോൺ എമൗണ്ട്, ഡിസ്ബേഴ്സ് ചെയ്യുന്ന എമൗണ്ട്. ഇപ്പോൾ 5000 ആണെന്നുണ്ടെങ്കിൽ 4056 ഡിസ്ബേഴ്സ് ആവുന്നത്. 40 ദിവസം ടെന്യൂർ കിട്ടും. നമുക്ക് ഇൻട്രസ്റ്റ് 0.92% ആണ് പെർ ഡേ വരുന്നത്. പിന്നെ നമുക്ക് EMI ഫ്രീക്വൻസി 1 ടൈം ആണ്. അതായത് ഒറ്റ തവണയായിട്ട് റീപേ ചെയ്യേണ്ടി വരും. റീപേ ചെയ്യേണ്ട എമൗണ്ട് 6840 രൂപയാണ്. സാങ്ഷൻ ഡേറ്റും അതേപോലെ തന്നെ തിരിച്ച് റീപേ ചെയ്യേണ്ട ഡേറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്കത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ റിജക്ട് ചെയ്ത് വിടാം. അപ്പോൾ ഇവിടെ 4000 അക്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ 6840 രൂപ നമുക്കൊരു 40 ദിവസം കൊണ്ട് തിരിച്ച് റീപേ ചെയ്യേണ്ടി വരും. ഓൾമോസ്റ്റ് ഒരു 2800 രൂപ തിരിച്ച് റീപേ ചെയ്യേണ്ടി വരും. സോ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. സോ നിങ്ങൾ അത്ര എമർജൻസിയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അടയ്ക്കാൻ പറ്റുന്ന 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ യൂസ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീപേ ചെയ്യാൻ പറ്റാണ്ടിരുന്ന് കഴിഞ്ഞാൽ സിബിലും പോകും. പിന്നെ വീട്ടിൽ ചിലപ്പോൾ ഏജൻറ്റൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ മാക്സിമം അടയ്ക്കാൻ പറ്റില്ലെന്നവരെ എടുക്കാതിരിക്കുക. ശേഷം അക്സെപ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ 5 പേരുടെ റെഫറൻസ് കൊടുക്കാനാണ് പറയുന്നത്. സോ 5 പേരുടെ റെഫറൻസ് ഒക്കെ ചോദിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സോ നിങ്ങളിതൊക്കെ നോക്കി കണ്ടുമൊക്കെ എടുക്കുക കേട്ടോ. സോ റെഫറൻസ് കൊടുക്കുക. ശേഷം സേവ് കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ചോദിക്കും. ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്ത് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. ശേഷം അവിടെ മാൻഡേറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറയും. അതായത് ഓട്ടോമാറ്റിക്കലി EMI കട്ടാവുന്ന പരിപാടി ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറയും. അത് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോൺ എഗ്രിമെൻറ്റ് കാണിക്കും. ലോൺ എഗ്രിമെൻറ്റ് കാണിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിട്ട് ഫണ്ട് ഡിസ്ബേഴ്സ് ആകും. സോ
സോ എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷനകത്ത് ലോൺ എടുക്കുന്നത്. സോ ഈ ആപ്ലിക്കേഷൻ ഞാൻ യൂസ് ചെയ്യാനായിട്ട് അത്ര റെക്കമെൻഡ് ചെയ്തില്ല, കാരണം അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. അത് മാത്രമല്ല 5 പേരുടെ റെഫറൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ നിങ്ങൾക്ക് എടുക്കാം. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ റിവ്യൂ മാത്രമാണ് ചെയ്യുന്നത്. ആരും നമ്മൾ ലോൺ എടുക്കാനായിട്ട് നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ലോൺ എടുക്കുക, അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. 1-2 പേര് ചോദിച്ചിരുന്നു ഈ ആപ്ലിക്കേഷൻ്റെ വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോയിൽ കാണാം. ബൈ.